സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി കേരളത്തിന് പുറത്തുള്ള തട്ടിപ്പ് സംഘം പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന നിഗമനത്തിൽ SIT. അന്വേഷണം നടക്കുന്നതിനിടെ ചെന്നൈക്ക് പുറമെ ബംഗളൂരുവും സന്ദർശിച്ചു. ഇതിനുള്ള വിമാന ടിക്കറ്റ് തട്ടിപ്പ് സംഘം എടുത്തു നൽകിയതാണെന്നാണ് പോറ്റി മൊഴി നൽകിയിട്ടുള്ളത്. ഈ യാത്രയിൽ പോറ്റി ബംഗളൂരുവിൽ എവിടെയൊക്കെ പോയെന്നും ആരെയൊക്കെ കണ്ടുവെന്നുമുള്ള അന്വേഷണത്തിലാണ് SIT. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. പോറ്റിയുടെ വഴി തേടിപ്പോയാൽ അന്വേഷണം പിന്നെയും മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ തട്ടിപ്പുകളുടെ വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് ഇവിടെയും കൊണ്ട് തീരുന്നില്ല അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി പാർവതി. ഇവിടം കൊണ്ട് തീരില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോറ്റി ഒറ്റയ്ക്കല്ല എന്ന കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതുമാണ്. പോറ്റി ഒറ്റയ്ക്കല്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ സഹായം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ സഹായം എങ്ങനെയാണ് എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങളും വ്യക്തതകളുമാണ് വേണ്ടത്. പ്രധാനമായും തെളിവുകളാണ് വേണ്ടത്. അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഇറക്കിക്കൊടുത്ത ഉത്തരവ് തന്നെയാണ്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ എങ്ങനെ അത് അട്ടിമറിച്ചു എന്നുള്ളത് മഹസറിലും വ്യക്തമാണ്. ഇത്തരം ഡോക്യുമെൻ്റൽ എവിഡൻസ് ഈ കേസിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സ്വർണം എന്ന് രേഖപ്പെടുത്തേണ്ടതിന് പകരം സ്വർണം പൊതിഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയതോടുകൂടി ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഏത് രീതിയിൽ ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകൾ കിട്ടി. പക്ഷേ അത് പോരാ. എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വേണം. എവിടേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ വ്യക്തത വേണം. സ്വർണം ഉരുക്കിയതിൻ്റെയും അത് പങ്കിട്ട് കൊടുത്തതിൻ്റെയും ആർക്കൊക്കെ കിട്ടി എന്നതിൻ്റെയും വ്യക്തത വേണം. നിലവിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇനി അധികം വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോയ വഴികളിലൂടെ പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെയും കൊണ്ട് തിരിച്ചുപോയി തെളിവെടുക്കും. സന്നിധാനത്ത് എത്തിക്കേണ്ടതുണ്ട്. ചെന്നൈയിലും ബംഗളൂരുവിലും അതുപോലെ ഹൈദരാബാദിലേക്കും പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാസുദേവൻ പോറ്റിയെ കൂടാതെ വാസുദേവൻ പോറ്റിയെ ഈ വിഷയത്തിൽ സഹായിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. പോറ്റിയുടെ സുഹൃത്തുക്കളുണ്ട്. CK വാസുദേവൻ എന്നൊരു കഥാപാത്രമുണ്ട്. CK വാസുദേവന്റെ കയ്യിലാണ് താങ്ങുപീഠം കൊടുത്തു വെച്ചത്. ഏതാണ്ട് 5 വർഷത്തോളം CK വാസുദേവന്റെ വീട്ടിലായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമില്ലാതെ CK വാസുദേവന് അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന നല്ല ധാരണ അത് ദേവസ്വം വിജിലൻസിനുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രക്ചർ അതേതാണ്ട് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾ, തുടർന്നുള്ള അറസ്റ്റുകൾ, അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട തെളിവെടുപ്പുകൾ, ഇതൊക്കെയാണ് ഈ കേസിൽ പുരോഗമിക്കാനുള്ളത്. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇനിയിപ്പോൾ മൊത്തം 14 ദിവസമാണ് കസ്റ്റഡിയിലുള്ളത്. ഇനിയും ഒരുപാട് ദിവസമുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. ശ്രുതി, വ്യക്തമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. ഒപ്പം പോറ്റിയുടെ യാത്ര ഏതൊക്കെ വഴിയിലൂടെയായിരുന്നു എന്നുള്ള കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് SIT. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.